അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ട്രാഫിക് മോഡ് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നുള്ളതെന്നാണ്. നമ്മുടെ ബസ്സിഡിൽ നമ്മുടെ കേരള ട്രാഫിക് മോഡ് എങ്ങനെ അപ്ലോഡ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ട്രാഫിക് മോഡൊക്കെ എന്താണെന്ന് അറിയാം, പക്ഷേ ഇത് ആഡ് ചെയ്യാൻ അറിയില്ല എന്നുള്ളതാണെങ്കിൽ ഞാൻ അതിൻ്റെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ആ വീഡിയോ കണ്ടാൽ മതി. അപ്പോൾ നമ്മുടെ വീഡിയോൻ്റെ തുടക്കത്തിൽ പറയുന്നത് ഈ ഒരു ട്രാഫിക് മോഡ് എന്താണെന്ന് പോലും അറിയാത്ത ഒരുപാട് പേരുണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ വീഡിയോൻ്റെ താഴെ ഒന്ന് കമൻറ്റിൽ ചോദിക്കാം, ഈ ഒരു ലൈറ്റ് എങ്ങനെയാണ് വെച്ചത്, അതുപോലെ ആ ടോപ്പ് ലൈറ്റ് എങ്ങനെയാണ് വെച്ചത്. അപ്പോൾ ഇവർക്കൊന്നും ട്രാഫിക് മോഡ് എന്താണെന്ന് പോലും അറിയില്ലെന്ന് തോന്നുന്നു. അങ്ങനെ ഒരുപാട് പേര് നമ്മുടെ ബസ്സിൽ കളിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു വീഡിയോ എന്നുള്ളത്. നിങ്ങൾക്ക് അറിയാവുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്യുന്നത് മാത്രം കണ്ടാൽ മതി. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ഫുള്ളും കണ്ടോ, സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ ഈ ഒരു ലൈറ്റ്, അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന പോലെ ഈ ഒരു ബസ്സിൽ നിന്ന് ഈ ഒരു ബസ്സിലേക്ക് ആക്കിയതിൻ്റെ ഒരു സംഭവമാണ് ഈ ഒരു ട്രാഫിക് മോഡ് എന്ന് പറയുന്നത്. ഇതൊരു ഒറിജിനൽ ബസ്സിൻ്റെ അല്ല, ഇതൊരു APK വഴിയാണ് നമുക്ക് ഈ ഒരു സംഭവം നടത്തുക. അതായത് നിങ്ങൾ എല്ലാവരുടെയും ഇപ്പോൾ എൻ്റെ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ തന്നെ ഞാൻ കയറ്റിയിരിക്കുന്ന APK ആണ്. അതുകൊണ്ടാണ് ഒറിജിനൽ ബസ്സിൻ്റെ അല്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബസ് കാണുന്നത് നിങ്ങൾക്ക്. അപ്പോൾ ഈ ഒരു APKയും അതിൻ്റെ ഒപ്പം ഒരു OBBയും വരും. അപ്പോൾ അതെങ്ങനെയാണ് ആഡ് ചെയ്യുന്നുള്ളതാണ് ഞാൻ ലാസ്റ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്ന് അറിഞ്ഞു വെച്ചോ. അതായത് നമ്മുടെ പുതിയ ബസ്സിൻ്റെ അപ്ഡേറ്റ് വന്നതിന് ശേഷം നമുക്ക് OBBയിലാണ് നമ്മുടെ ഈ ഒരു മോഡിഫിക്കേഷനൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്ത് ചേർക്കുകയാണ് ചെയ്യുക. പക്ഷേ ഇപ്രാവശ്യം നമ്മുടെ OBB ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ പുതിയൊരു APK ഉണ്ടാക്കിയിട്ടാണ്, അതിലാണ് നമ്മുടെ ഈ ഒരു OBB എഡിറ്റ് ചെയ്തിട്ടാണ് പിന്നെ നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ നമുക്കൊരു APK വേണം, ഒറിജിനൽ ബസ്സിൽ നടക്കില്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറിജിനൽ ബസ്സിൽ ഡിലീറ്റ് ആക്കിയതിന് ശേഷം വേണം നമ്മൾ ഈ ഒരു APK നമ്മൾ ഡൗൺലോഡ് ചെയ്യാനായിട്ട്. APK ഡൗൺലോഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾ കാണുന്ന പോലെ നമ്മുടെ കേരളത്തിലെ ട്രാഫിക് മോഡ്, അതേപോലെ തന്നെ ആ ഒരു ബസ്സിൻ്റെ ആ ഒരു മോഡിഫിക്കേഷനും കാര്യങ്ങളും, അതുപോലെ എൻജിൻ സൗണ്ടൊക്കെ നടക്കുകയുള്ളൂ. അപ്പോൾ ഒറിജിനൽ ബസ്സിൽ ഡിലീറ്റ് ആക്കിയിട്ട് വേണം ആ ഒരു APK ഡൗൺലോഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റിൽ വന്നൊരു ചെറിയൊരു പ്രശ്നം കൂടിയാണ്. അതായത് നമ്മുടെ ചില ഫോണുകളിൽ നമ്മുടെ ഒറിജിനൽ APK ഉണ്ടല്ലോ, APK തന്നെ ഒറിജിനലായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം കയറ്റിയിട്ട് പോലും നമ്മുടെ മാപ്പുകളൊന്നും ഡൗൺലോഡ് ചെയ്യാൻ പറ്റാത്തൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറൊരു ആപ്പ് കയറ്റണം. ആ ഒരു ആപ്പ് ഏത് യൂട്യൂബിൽ പോയാലും സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പോൾ ആ ഒരു ആപ്പും പിന്നെ ഈ ഒരു OBB കൂടി ഡൗൺലോഡ് ചെയ്താലും മതി. അപ്പോൾ ഇന്ന് ഞാൻ ഇപ്പോൾ ഒറിജിനൽ ബസ്സിൽ ഇപ്പോൾ അത് ഭൂരിഭാഗം ഫോണിൽ ഇത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് ഞാൻ ഇത് കാണിക്കുന്നത്. അപ്പോൾ ഇത് യൂട്യൂബിൽ ഏതൊരു ട്രാഫിക് മോഡ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഡൗൺലോഡ് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു APK ഡൗൺലോഡ് ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ ഫോണിന്, അതായത് APK ശരിക്കും ഇൻസ്റ്റാൾ ചെയ്യാൻ പാടില്ല എന്നാണ് നമ്മുടെ ഫോണിൽ. അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്ന എന്തെങ്കിലും കുഴപ്പമുണ്ടോ ചോദിച്ചു. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3 മാസത്തോളമായി നമ്മുടെ APK വെച്ച് കളിക്കുന്നു. ഇതുവരെ ഒരു കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അത് ഫുള്ള് സെക്യൂരിറ്റി പരമായിട്ടുള്ളൊരു കാര്യമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതൊരു വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എൻ്റെ ഫോണിൽ വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്കും ആ ഒരു പേടിക്കേണ്ട, ധൈര്യമായിട്ട് ഇൻസ്റ്റാൾ ചെയ്തോ. അതുപോലെ തന്നെ ലാഗ് ഉണ്ടോ ചോദിച്ചാൽ ലാഗൊന്നുമില്ല, 2 ബസ്സിലും കണക്കാണ്. ഇപ്പോൾ നമുക്ക് ഈ ഒരു സംഭവം ഫയൽ മാനേജറിൽ പറ്റിയില്ലെങ്കിൽ നമ്മുടെ ZArchiver ഉണ്ടല്ലോ, അതിലൊക്കെ ചെയ്യാൻ പറ്റും. അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. എൻ്റെ ഫയൽ മാനേജറിൽ വർക്ക് ആവുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് കാണിച്ചത് കേട്ടോ. അതുപോലെ 2-3 ട്രാഫിക്കിൻ്റെ, അതായത് ട്രാഫിക് മോഡിൻ്റെ ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അതൊന്ന് നോക്കി ഡൗൺലോഡ് ചെയ്താൽ മതി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്. അപ്പോൾ നമ്മളിത് ഫയൽ മാനേജറാണ് നമ്മുടെ ഈ ഒരു സംഭവത്തിന് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വേറെ ZArchiver RAR ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഡൗൺലോഡ്സിലേക്ക് പോവുക. അപ്പോൾ നമ്മൾ നമ്മുടെ APKയും OBBയും നമ്മൾ ഡൗൺലോഡ് ചെയ്തിരിക്കണം. എന്നിട്ട് അത് നമ്മുടെ APK നമ്മൾ എക്സ്ട്രാക്റ്റ് ചെയ്യണം. ആദ്യം നമ്മൾ APK ആണ് എക്സ്ട്രാക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ APK എക്സ്ട്രാക്റ്റ് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു APK എക്സ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഒറിജിനൽ ബസ്സിലുണ്ടല്ലോ, അത് നമ്മൾ ഡിലീറ്റ് ആക്കിയിരിക്കണം. അല്ലെങ്കിൽ ഇത് ഏറ്റിട്ട് വലിയ കാര്യമില്ല. നമ്മൾ ഒറിജിനൽ ബസ്സിൽ ഡിലീറ്റ് ആക്കിയതിന് ശേഷമേ ഈ ഒരു APK കയറ്റാൻ പറ്റും. കാരണം നമ്മളൊരു ആപ്പാണ് ഈ ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓക്കെ, നമ്മളെ സംഭവം അങ്ങനെ എക്സ്ട്രാക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എക്സ്ട്രാക്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ ബസ് സിമുലേറ്ററിൻ്റെ വേണ്ടിയിട്ട് ഒരു APK വരും. അപ്പോൾ നമ്മളത് ലോങ് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ കണ്ടില്ലേ, സ്റ്റേജിങ് ആപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ഇപ്പോൾ നമുക്ക് ഇൻസ്റ്റാൾ എന്നുള്ള ഓപ്ഷൻ വരും. അപ്പോൾ ആ ഒരു ഇൻസ്റ്റാൾ കൊടുക്കണം. ഇൻസ്റ്റാൾ കൊടുത്തിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ ഓക്കെ, നമ്മൾ വന്നു. അപ്പോൾ ഇനി ഇൻസ്റ്റാൾ കൊടുക്കണം. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കുറച്ച് ടൈം എടുക്കും.
അപ്പോൾ കണ്ടില്ലേ, ഇൻസ്റ്റാൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡണ്ണും ഓപ്പൺ എന്ന് പറഞ്ഞിട്ട് 2 ഓപ്ഷൻ വരും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓപ്പൺ കൊടുക്കണം. ഓപ്പൺ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഗെയിമിലോട്ടാവും പോവുക. അപ്പോൾ ഗെയിമിൽ ഓപ്പൺ ആകുമ്പോൾ തന്നെ നമുക്ക് പെർമിഷൻ്റെ ഒരു സംഭവം ചോദിക്കും. അപ്പോൾ അത് നമ്മൾ അലോ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ അലോ ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം നമ്മൾ ആ ഒരു ഗെയിമിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുക. തിരിച്ച് നമ്മൾ വീണ്ടും ആ ഒരു ഫയൽ മാനേജറിലേക്ക് വരണം. ആ ഫയൽ മാനേജറിലേക്ക് വന്നിട്ട് നമ്മുടെ OBB നേരത്തെ ഇൻസ്റ്റാൾ ചെയ്യല്ല, എക്സ്ട്രാക്റ്റ് ചെയ്യണം. എക്സ്ട്രാക്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഇപ്പോൾ നേരത്തെ എക്സ്ട്രാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എക്സ്ട്രാക്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു അകത്ത് കയറി ആ ഒരു OBB കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യുക അല്ലെങ്കിൽ കോപ്പി ചെയ്യുക. അത് കോപ്പി ചെയ്തതിന് ശേഷം നമ്മുടെ ആൻഡ്രോയിഡിലെ നമ്മുടെ മലിയോ ആ ഒരു സംഭവം ലേക്ക് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇത് ആദ്യം നമ്മുടെ ഒറിജിനൽ ബസ്സിലായിരുന്നെങ്കിൽ ആ ഒരു OBB നമുക്ക് കാണില്ല. അപ്പോൾ ഈ ഒരു OBBയിലാണ് നമ്മുടെ മെയിൻ കാര്യം കിടക്കുന്നത്. അപ്പോൾ അത് ആദ്യം ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു ബസ്ഡ് അതായത് നമ്മുടെ കേരള ട്രാഫിക് മോഡൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. പുതിയൊരു ബസ്ഡ് APK നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.